ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് ട്രെയിനിൽ ദമ്പതികളെ മർദ്ദിച്ച ശേഷം ഇറക്കിവിട്ടു. മധ്യപ്രദേശിലെ ഹാർദ ജില്ലയിലെ ഖിർഖിയയിലാണ് സംഭവം. അക്രമവുമായി ബന്ധപ്പെട്ട് ഗോരക്ഷാസമിതി പ്രവർത്തകരായ ഹേമന്ത് രജ്പുത്, സന്തോഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ബീഫുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്രൈം കൂടി രാജ്യത്ത്, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, രാവിലെ ട്രെയിൻ യാത്രയിലായിരുന്ന മുസ്ലിം ദമ്പതികൾക്ക് നേരെയാണ് ഇപ്പോൾ ബീഫിന്റെ പേരിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഹൈദരാബാദിലെ ബന്ധു വീട്ടിൽ നിന്ന് തിരികെ മധ്യപ്രദേശിലെ സ്വന്തം വസതിയിലേക്ക് ട്രെയിനിലൂടെ വരികയായിരുന്നു ഈ മുഹമ്മദ് ഹുസൈനൊപ്പം നസീമ ബീവി എന്ന ഈ രണ്ട് ദമ്പതികൾ. എന്നാൽ ഇവർക്ക് നേരെ ഗോരക്ഷാ സമിതിയിലെ 7 അംഗ ആളുകൾ ബീഫ് ഇവരുടെ കൈവശമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. മുഹമ്മദ് ഹുസൈനെ ട്രെയിനകത്ത് തന്നെ വച്ചുകൊണ്ട് മർദ്ദിച്ചു. തുടർന്ന് നസീമ ബീവിയുടെ പക്കലുണ്ടായിരുന്ന ബാഗുകൾ മുഴുവൻ, വസ്തുക്കൾ മുഴുവൻ പുറത്തിറക്കി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്? തങ്ങൾ ഇതിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കെതിരെ ആക്രമണം നടത്തി എന്നുകൂടിയാണ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇവരുടെ ബാഗുകൾ തുറന്ന് പരിശോധിച്ചു. തുടർന്ന് തങ്ങളുടേതല്ലാത്ത ഒരു ബാഗിൽ നിന്ന് കുറച്ച് ഇറച്ചി കണ്ടെത്തിയെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ബീഫ് അല്ലെന്ന് മുഹമ്മദ് ഹുസൈൻ വാദിക്കുന്നുണ്ട്. എന്തായാലും തങ്ങളെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഹമ്മദ് ഹുസൈൻ മധ്യപ്രദേശ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഗോരക്ഷാ സമിതി അംഗങ്ങളായ ഹേമന്ത് രാജ്പുത്, സന്തോഷ് എന്ന 2 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കിട്ടുന്നത്. എന്തായാലും ഒരു കാലയളവിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ബീഫ് ആക്രമണം മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്.